ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ചുമ്മാ നമുക്കൊന്ന് വെളിയിൽ പോകാം കേട്ടോ. ഞാൻ റൂമിലിരുന്ന് ബോറടിച്ച് അവസാനം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ വെളിയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂമിന് ഔട്ട് സൈഡ്. അപ്പോൾ ഇവിടെ വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അതിന് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ബൾബൊക്കെ വെച്ചിരിക്കുന്ന അതൊരു മസ്ജിദാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസവും സന്തോഷവുമാണ്. ചില സമയങ്ങളിൽ എനിക്ക് സങ്കടവും തോന്നും. അപ്പം ഞാൻ അതൊക്കെ കേട്ടുകൊണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പെൺപിള്ളേർക്ക് ഒരു 12 മണി 12:30 വരെ നല്ല സേഫായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. വഴിയിലൂടെയാണേലും നിറയെ ആൾക്കാരുണ്ടാവും, നല്ല സേഫാണ്. പിന്നെ പണ്ടൊക്കെ ഇവിടെ പറയുന്നത് കേൾക്കായിരുന്നു, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ. ഇപ്പോൾ കുറേ നാൾ എന്താ പറയുക, ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ കേൾക്കാനില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സെൻട്രൽ പോയിൻ്റാണ്. സെൻട്രൽ പോയിൻറ്റിൽ പോയിട്ട് ഒരു ചെറിയൊരു മാലയും എന്താ പറയുക അക്സസറി മാലയും കമ്മലൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മനുഷ്യരെക്കാളും കൂടുതൽ വണ്ടികളാണ്. അപ്പോൾ ഞാനിത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ബിൽഡിങ് കണ്ടു കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. കുവൈറ്റിലെ ചില ഏരിയാസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വരോ ഇത് കുവൈറ്റ് തന്നെയാണോ എന്ന് വിചാരിച്ചു പോകും. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഞാൻ അബ്ബാസിയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര ഇതല്ലല്ലോ ഞാൻ സ്വപ്നം കണ്ട കുവൈറ്റ് എന്ന്. പിന്നെ നമ്മൾ കുവൈറ്റ് സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ അടിപൊളിയാണ്, സെറ്റപ്പാണ്. ഒറ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വണ്ടിയെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ക്രോസ് ചെയ്യത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ വണ്ടി ചീറി പായുമ്പോഴും അതിനിടയിൽക്കൂടെ വന്ന് ക്രോസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഭയങ്കര അപകടമുള്ള കാര്യമാണ് കേട്ടോ. എന്നാലും ആൾക്കാർ അത് ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ പോയിൻ്റ് എത്താറായി. അതിനപ്പുറത്ത് തന്നെ സിറ്റി സ്റ്റാറും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ 10 കാശ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചിലവാക്കി കളയാതെ ഒരു സമാധാനവും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ സെൻട്രൽ പോയിൻറ്റിൽ ഇടയ്ക്ക് പോയിട്ട് പൈസയൊക്കെ കളഞ്ഞിട്ട് വരും. ഒരാവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിനുള്ളിലെത്തി. എനിക്ക് ഇവിടെ ഈ ആൾക്കാരൊക്കെ നോക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര നാണം വന്നു, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ അതിനകത്ത് പോയി കുറേ തപ്പി അവസാനം ഒരു മാലയും ഒരു കമ്മലും ഒക്കെ എടുത്തുകൊണ്ട് പയ്യെ വെളിയിലേക്ക് വന്നു. അപ്പം ഇത് ഏത് വഴിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നാലും ഈ വഴി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ ഷോർട്ട് കട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയമൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്നത് ഞങ്ങളുടെ ലുലുവിനടുത്തുള്ള ഒരു കരക് മക്കാനി ടീ ഷോപ്പിൽ നിന്ന് ഒരു ടീ വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ നടക്കുന്ന സമയത്ത് ചില ആൾക്കാരുടെ നോട്ടങ്ങൾ നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. എന്നാലും കുഴപ്പമില്ല, നമ്മളത് നെവർ മൈൻഡഡ് ആണ്. അങ്ങനെ ഞാൻ അവസാനം ടീ ഒക്കെ വാങ്ങിച്ചു പയ്യെ നടക്കുകയാണ്. പിന്നെ ആൾക്കാരൊക്കെ നോക്കുന്നത് കൊണ്ട് ചായ കുടിക്കാൻ മടിയായതുകൊണ്ട് ഞാനത് കയ്യിൽ തന്നെ വെച്ചേക്കുവാണ്. ഈ ഒരു ബിൽഡിങ് കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു കൊട്ടാരമാണെന്നൊക്കെ. പക്ഷേ ഇതൊരു കൊട്ടാരമല്ല, ഇതിൽ നിറയെ ഓഫീസസാണ് കേട്ടോ ഈ ബിൽഡിങ് നിറയെ. അപ്പം ഞാൻ അവസാനം അങ്ങനെ ടീ ഒക്കെ ഓപ്പൺ ചെയ്ത് കുടിച്ച് എൻ്റെ റൂമിലേക്ക് എത്താറായി. അപ്പോൾ ബൈ സീ യു.